ഹലോ മക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷബീൽ സാർ ആർക്കെനെക്സിൽ നിന്നും നിങ്ങളെ കാണാൻ വന്നിരിക്കുന്നു. നമുക്ക് ഇംഗ്ലീഷിൽ ഈ ലാസ്റ്റ് പേജിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ എന്ത് കാണാറുണ്ട്? ഒരു കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ എന്ന് കാണാറുണ്ട് അല്ലേ? കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ എന്ന് കാണാറുണ്ട്. അത് കോൺവെർസേഷൻ ആണോ? അല്ല, അതൊരിക്കലും കോൺവെർസേഷൻ അല്ല. അവിടെ നമുക്ക് വരാൻ പോകുന്നത് 4-5 കാര്യങ്ങളാണ്. 1 ടാഗ് ക്വസ്റ്റ്യൻ വരും, 2 ഇഫ് ക്ലോസ് തരും, 3 ക്വസ്റ്റ്യൻ മേക്കിംഗ് വരും, 4 ഹാഡ് ബെറ്റർ വരും, 5 വുഡ് യു മൈൻഡ് വരും. ഇനിയിപ്പോൾ പുതിയൊരു സാധനം ഉണ്ട്, ചിലപ്പോൾ അതും വരും. നമുക്ക് പറയാം, എല്ലാം നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, നമുക്കതൊന്ന് ചെയ്തു നോക്കാം പെട്ടെന്ന് അല്ലേ? സമയം വെറുതെ വൈകിക്കണ്ടല്ലോ. യെസ്, complete the conversation between Bablu and his wife Gauri. Bablu, Gauri, guess what? I have got something special for you today. ഇന്ന് നിനക്ക് വേണ്ടി ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഗൗരി, റിയലി? ശരിക്കുമോ? എന്നിട്ട് അവിടെ ബ്ലാങ്ക് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ മാർക്ക് തന്നിട്ടുണ്ട്. അതിന് താഴെ ഒരു ആൻസർ നമുക്ക് കാണാൻ പറ്റും. അതിന് താഴെ എന്ത് കാണാൻ പറ്റും? ഒരു ആൻസർ കാണാൻ പറ്റും. അപ്പം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ നമ്മൾ ആ ക്വസ്റ്റ്യൻ നമ്മൾ എഴുതണം. ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം? നമ്മൾ എഴുതണം. ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും നമ്മൾ എഴുതാൻ പോകുന്ന ചോദ്യം എന്തായിരിക്കണം? ഉത്തരത്തിന് വേണ്ടിയുള്ള ചോദ്യമായിരിക്കണം. ഓക്കെ, അപ്പോൾ ഉത്തരത്തിന് വേണ്ടിയുള്ള ചോദ്യമായിരിക്കണം. ഇംഗ്ലീഷിൽ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഒന്ന് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് വരും, 2 WH ക്വസ്റ്റ്യൻസ് വരും അല്ലേ? യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ആൻസർ യെസ് ഓർ നോ എന്ന് വെച്ചിട്ട് തുടങ്ങുന്നതായിരിക്കും. അല്ലെങ്കിൽ WH ക്വസ്റ്റ്യൻസ് വാട്ട്, വിച്ച്, വേർ, വെൻ, ഹൂസ്, ഹൂം അല്ലേ, അതൊക്കെ വെച്ച് തുടങ്ങുന്നതായിരിക്കും. ഇവിടെ ഇറ്റ് ഈസ് എ പാക്ക് ഓഫ് സാനിറ്ററി നാപ്കിൻസ്. അവിടെ ഇറ്റ് ഈസ് വന്നിട്ടുണ്ട്. ഈസ്, ആം, ആർ, ഇത് 3 നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. അത് ആണ്, അത് ഇങ്ങനെയാണ്, അത് അങ്ങനെയാണ്. ഇറ്റ് ഈസ് എ ബസ്, ഇറ്റ് ഈസ് എ സ്നേക്ക്, ഇറ്റ് ഈസ് എ ഡോഗ്, അതൊരു പട്ടിയാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കറിയാം ഇറ്റ് ഈസ് എ പാക്ക് ഓഫ് സാനിറ്ററി നാപ്കിൻ. അതൊരു പാക്ക് സാനിറ്ററി നാപ്കിൻ ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ എന്താണത് എന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാകുക. എന്തുള്ള വേർഡ് ഏതാ? വാട്ട്, എന്തുള്ള വേർഡായി? എന്താണ്, വാട്ട് ഈസ് ഇറ്റ് അല്ലെങ്കിൽ ദാറ്റ്, എന്താണത് എന്ന് ചോദിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഇറ്റ് അല്ലെങ്കിൽ ദാറ്റ് എന്ന് ചോദിക്കാം. അപ്പം ഉത്തരം നമ്മൾ കണ്ടുപിടിച്ചു. വാട്ട് ഈസ് ഇറ്റ് അല്ലെങ്കിൽ വാട്ട് ഈസ് ദാറ്റ്. വാട്ട് ഈസ് ഇറ്റ് ആണ് ഞാൻ കുറച്ചുകൂടി പേഴ്സണലി പ്രിഫർ ചെയ്യുന്നത്. അടുത്തത് ഇറ്റ് ഈസ് എ പാക്ക് ഓഫ് സാനിറ്ററി നാപ്കിൻസ് ബട്ട് ഐ ഹാവ് ഹേർഡ് ദേ ആർ വെരി എക്സ്പെൻസീവ്. കോമ ബ്ലാങ്ക് ക്വസ്റ്റ്യൻ മാർക്ക്. മക്കളെ ഒരു കാര്യം ശ്രദ്ധിക്കുക, കോമ ബ്ലാങ്ക് ക്വസ്റ്റ്യൻ മാർക്ക്, കോമ ബ്ലാങ്ക് ക്വസ്റ്റ്യൻ മാർക്ക് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പിക്കണം അതെന്താണ്? അതൊരു ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഏതൊക്കെ? കോമ ബ്ലാങ്ക് ക്വസ്റ്റ്യൻ മാർക്ക്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് തന്നിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ നീ ആ കല്യാണത്തിന് പോകുന്നുണ്ട് അല്ലേ എന്ന് ചോദിക്കാറുണ്ട്. ആ ലാസ്റ്റ് വരുന്ന ഇല്ലേ അതൊക്കെ തന്നെയാണ് എന്ത്? ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ടാഗ് എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് 4 സ്റ്റെപ്പ്, എൻ്റെ വക 4 സ്റ്റെപ്പാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഫോളോ ചെയ്യേണ്ടത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് find the auxiliary in the sentence. ഈ സെന്റൻസിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ 24 ഓക്സിലറി ഉണ്ട് മക്കളെ. 24, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 24 ആണ്. 24 എണ്ണത്തിൽ 2 എണ്ണം നമുക്കിവിടെ കാണാൻ പറ്റും. 2 എണ്ണം കാണാൻ പറ്റും. അപ്പോൾ ഏതെടുക്കും സാർ എന്ന ചോദ്യത്തിന് ഉത്തരം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ പറഞ്ഞു തരാം. അപ്പം നിങ്ങൾ എപ്പോഴും എന്താ പറയുക, നമ്മളെ ഫ്രണ്ടിനെ വിളിച്ച് ചോദിക്കും നീ ആ കല്യാണത്തിന് പോകുന്നുണ്ട് അല്ലേ? നമുക്ക് ഉറപ്പില്ലാത്ത, നമുക്ക് ക്ലാരിഫിക്കേഷൻ വേണ്ട കാര്യത്തിലാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുക അല്ലേ? നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ ടാഗ് ഇല്ലേ എന്ന് ചോദിക്കാം. ഇവിടെ ഐ ഹാവ് ഹേർഡ്, ഞാൻ കേട്ടിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് ഉറപ്പാണ് അല്ലേ? അതൊന്നും ഉറപ്പിക്കേണ്ട കാര്യമില്ല, അത് വേറെ സംഭവമാണ്. ദേ ആർ വെരി എക്സ്പെൻസീവ്, അതിന് ഭയങ്കര വില ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. വില അല്ലേ എന്നല്ലേ ചോദിക്കേണ്ടത്. അപ്പം ദേ ആർ വെരി എക്സ്പെൻസീവ്, ഇതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ കൺസിഡർ ചെയ്യേണ്ട സെന്റൻസ് എന്ന് പറയുന്നത്. ദേ ആർ വെരി എക്സ്പെൻസീവ്. അപ്പോൾ ഈ സെന്റൻസിൽ എവിടെയാണ് ഓക്സിലറി ഉള്ളത്? വെണ്ടക്കോ അക്ഷരത്തിൽ ഇവിടെ വന്നിട്ടുണ്ട് എന്ത്? R വന്നിട്ടുണ്ട്. ഈ R എന്ത് ചെയ്യണം? രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റീറൈറ്റ് ആണ്. എന്ത് ചെയ്യണം? നമ്മളത് മാറ്റി എഴുതണം, ഇങ്ങോട്ട് എഴുതണം. എന്ത് ചെയ്യണം? നമ്മൾ ഇങ്ങോട്ട് എഴുതി R എഴുതിയാൽ തീർന്നോ? ഇല്ല. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് എന്നാണ്. നിങ്ങൾ വിചാരിക്കുക ഒരു സിനിമ, ഈ സെന്റൻസ് ഒരു സിനിമയാണെന്ന് വിചാരിക്കുക. ഇവിടെ തൊട്ട് ഇവിടം വരെ ഒരു സിനിമയാണെന്ന് വിചാരിക്കുക. ഈ സെന്റൻസിന് നടുവിലുള്ള ഈ ഒരു കോമ ഒരു ഇന്റർവെൽ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു സിനിമന്റെ ഫസ്റ്റ് ഹാഫ് ഉണ്ട്, സെക്കൻഡ് ഹാഫ് ഉണ്ട് അല്ലേ? ഇത് ഇന്റർവെൽ ആണ്, ഇത് ഫസ്റ്റ് ഹാഫ് ആണ്, ഇത് സെക്കൻഡ് ഹാഫ് ആണ്. ഫസ്റ്റ് ഹാഫിലാണ് നായകൻ വരുന്നതെങ്കിൽ സെക്കൻഡ് ഹാഫിൽ വില്ലൻ വരും. ഫസ്റ്റ് ഹാഫിലാണ് വില്ലൻ വരുന്നതെങ്കിൽ സെക്കൻഡ് ഹാഫിൽ നായകൻ വരും. അപ്പം നായകനെ നമ്മൾ പോസിറ്റീവായിട്ടും വില്ലനെ നമ്മൾ നെഗറ്റീവായിട്ടും കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ആ ഒരു ലോജിക്ക് മൈൻഡിൽ വെക്കുക. ഫസ്റ്റ് ഹാഫ് ആണ് നായകൻ വരുന്നതെങ്കിൽ സെക്കൻഡ് ഹാഫിൽ വില്ലൻ വരും. ഓക്കെ, ഫസ്റ്റ് ഹാഫ് ആണ് വില്ലൻ വരുന്നതെങ്കിൽ സെക്കൻഡ് ഹാഫിൽ നായകൻ വരും. അപ്പോൾ ഫസ്റ്റ് ഹാഫ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എഴുതാൻ പോകുന്ന ഭാഗം എന്തായിരിക്കണം? നെഗറ്റീവ് ആക്കണം. എങ്ങനെ ഒരു സെന്റൻസ് നെഗറ്റീവ് ആക്കാം? യെസ്, ഒരു സെന്റൻസ് നെഗറ്റീവ് ആക്കാൻ വേണ്ടി നമുക്ക് എന്ത് വേണം? നെഗറ്റീവ് എന്ത് വേണം? നെഗറ്റീവ് വേർഡ്സ് വേണം. നമുക്ക് നെഗറ്റീവ് വേർഡ്സ് വേണം. ഏതൊക്കെയാണ് നെഗറ്റീവ് വേർഡ്സ്? നോട്ട്, നെവർ, നൈദർ, നണ്ണ്, നോബഡി, അങ്ങനെ ഒരുപാട് നെഗറ്റീവ് വേർഡ്സ് ഉണ്ട്. നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയാം, ബട്ട് ഞാൻ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ.
അപ്പം ഇതിലേതെങ്കിലും നെഗറ്റീവ് വേർഡ്സ് ഈ സെന്റൻസിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു പാലിൽ ഒരു തുള്ളി പാഷാണം വീണാൽ ആ പാല് മൊത്തം എന്തായി? പാഷാണമായി. പാഷാണം എന്ന് പറഞ്ഞാൽ വിഷമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സെന്റൻസിൽ ഒരു നെഗറ്റീവ് വേർഡ് വന്നിട്ടില്ല, അതുകൊണ്ട് ഈ സെന്റൻസ് എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പം നമ്മൾ എഴുതാൻ പോകുന്ന ഭാഗം എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. കാരണം ഫസ്റ്റ് ഹാഫ് പോസിറ്റീവ് ആണെങ്കിൽ സെക്കൻഡ് ഹാഫ് നെഗറ്റീവ് ആയിരിക്കും. സെക്കൻഡ് ഹാഫ് നെഗറ്റീവ് ആയിരിക്കും. അപ്പം 6 നമ്മൾ നേരത്തെ എഴുതി വെച്ച് 6ന്റെ കൂടെ എന്ത് എഴുതണം? നോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താവും? അറൻഡ് ആവും. ഷോർട്ട് ഫോർമാറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. R+നോട്ട് എന്ന് എഴുതരുത്, അറൻഡ് എന്ന് തന്നെ എഴുതാനം. അറൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? അവിടെയുള്ള സബ്ജക്റ്റ് നമ്മൾ ഇങ്ങോട്ട് മാറ്റി എഴുതണം. സബ്ജക്റ്റ് മാറ്റി എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? അവിടെ സബ്ജക്റ്റ് മാറ്റി എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ സബ്ജക്റ്റിന്റെ പ്രൊനൗൺ ഫോർമാറ്റ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇങ്ങോട്ട് എഴുതുന്നത്. അപ്പൊ ഇവിടെ എന്താണ് സബ്ജക്റ്റ്? ദേ ആർ വെരി എക്സ്പെൻസീവ്. ദേ എന്ന് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? ദേ ആർ, ഇതല്ലേ നമ്മൾ എടുത്ത സെന്റൻസ്. അപ്പൊ ദേ എന്ന് അവിടെ തന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് ആൻസർ വരിക? അറൻഡ് ദേ ആണ് ആൻസർ വരിക. നിങ്ങൾ വിചാരിച്ച ഉത്തരം ശരിയാണ് എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മളെല്ലാം കൂടെ നമ്മൾ പഠിക്കാം. യെസ്. അടുത്ത നോക്കുക, ഡി ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് ഷാലു ആൻഡ് ഐ സ്റ്റാർട്ട് ബൈയിങ് ദീസ് എവ്രി മന്ത്, ഞാനും ഷാലുവും എങ്ങാനും, അതായത് അതിന്റെ മുന്നേ ഉള്ളത് നോക്കുക. ഐ നോ ദേ ആർ ഹെൽത്തിയർ ദെൻ റാക്സ്, എനിക്കറിയാം അതെന്താണ്, അത് കീറ തുണിയെക്കാട്ടിലും വളരെ നല്ലതാണ് എന്ന് എനിക്കറിയാം. ബട്ട് ഷാലുവും ഞാനും എങ്ങാനും എല്ലാ മാസവും ഇത് വാങ്ങിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് അവിടെ എന്തോ തന്നിട്ടുണ്ട്. ഇഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് വന്നൊരു സെന്റൻസ് ആണെങ്കിൽ അത് ഉറപ്പാണ് എന്ത്? ഇഫ് ക്ലോസ് ആണ്. ഇഫ് ക്ലോസ് എന്ന് പറഞ്ഞാൽ എങ്കിൽ, കഴിഞ്ഞാൽ, ആൽ എന്നൊക്കെയാണ് ഇഫിന്റെ അർത്ഥം. ഓക്കെ. അപ്പം ഷാലു ഞാനും അതെങ്ങാനും വാങ്ങിക്കഴിഞ്ഞാൽ ഇഫ് ക്ലോസിന്റെ നിയമം എന്ന് പറയുന്നത് ഇഫിന്റെ കൂടെ, ഇഫ് ക്ലോസിൽ ഇഫ് പ്ലസ് വേർബ് V1 വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം V1 ആണോ വന്നത്? ഇഫ് ഷാലുവിന്റെ സ്റ്റാർട്ട് കണ്ടോ? ഇത് സ്റ്റാർട്ട് എന്താണ്? സ്റ്റാർട്ട് V1 ആണ്. ഇഫിന്റെ കൂടെ V1 വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതാൻ പോകുന്ന ഓക്സിലറിയിൽ എന്ത് വേണം? വില്ല്, ഷാള്, ക്യാന്, മേ. ഞാനെല്ലാം എഴുതുന്നില്ല. വില്ല്, ഷാള്, ക്യാന്, മേ, ഇതിലേതെങ്കിലും ഒരു ഓക്സിലറി വേണം. പ്ലസ് നിങ്ങൾ എന്ത് ചെയ്യണം? പ്ലസ് V1 ഉപയോഗിക്കണം. ഇതാണ് നിയമം എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കുക, നമ്മൾ ഉത്തരം എഴുതാനുള്ള ആവേശവും ആക്രാന്തൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷേ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ബാക്കി കൂടി ഒന്ന് നോക്കണം. വി മേ നോട്ട് ഹാവ് മണി ടു ബൈ ഹൗസ് ഹോൾഡ് ഗുഡ്സ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, നമുക്ക് വേണ്ട ഉത്തരം അവിടെ തന്നെ തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വെറുതെ കഷ്ടപ്പെട്ടു അല്ലേ? ഇവിടെ നോക്കുക, വി മേ നോട്ട് ഹാവ് ഇനഫ് അല്ലെങ്കിൽ മണി ടു ബൈ ഹൗസ് ഹോൾഡ് ഗുഡ്സ്. നമുക്ക് വീട്ടു സാധനം വാങ്ങാൻ പൈസ ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ മേ ഓക്സിലറി, വില്ല്, ഷോള്, ക്യാന്, മേ, 4 ഓക്സിലറി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു ഓക്സിലറി ഇവിടെ വന്നു. അതിൽ ഏത് ഓക്സിലറി ഇങ്ങനെ എടുക്കാം കേട്ടോ. പക്ഷേ ഇവിടെ നമുക്ക് ഓൾറെഡി ഉത്തരം ഇവിടെ തന്നിട്ടുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ താഴെയുള്ള ബാക്കി ഭാഗത്തിനനുസരിച്ച് വേണം എന്ത് ചെയ്യാൻ? നമ്മൾ ഉത്തരം എഴുതാൻ വേണ്ടിയിട്ടില്ലേ. അപ്പം മേ ഇവിടെ തന്നിട്ടുണ്ട്, ബാക്കിയൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഇത് അങ്ങനെ തന്നെ എന്ത് ചെയ്താൽ മതി? ഇങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി. എന്താണ്? മേ നോട്ട് ഹാവ് മണി ടു ബൈ ഹൗസ് ഹോൾഡ് ഗുഡ്സ്. അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്ന് പറയുന്നത് വുഡ് യു മൈൻഡ് ആണ്. ദാറ്റ് ഈസ് ട്രൂ. വി മേ നോട്ട് ഹാവ് ഇനഫ് മണി ടു ബൈ ഹൗസ് ഹോൾഡ് ഗുഡ്സ്. വുഡ് യു മൈൻഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബ്ലാങ്ക് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. വുഡ് യു മൈൻഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മക്കളെ ഒരു കാര്യം മനസ്സിലാക്കണം. ഭയങ്കര വിനയത്തോടു കൂടെ, ഭയങ്കര സ്നേഹത്തോടു കൂടെ ചോദിക്കുന്ന എന്തോ ഒരു ചോദ്യമാണ്. ഭയങ്കര പൊലൈറ്റ് ആണ് വുഡ് യു മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വുഡ് യു മൈൻഡ് മൂവിങ് ഫ്രം ഹിയർ, വുഡ് യു മൈൻഡ് ഗെറ്റിംഗ് മീ എ കപ്പ് ഓഫ് ടീ എന്നൊക്കെ നമ്മൾ ചോദിക്കാം അല്ലേ. അപ്പം വുഡ് യു മൈൻഡ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മൾ സ്നേഹത്തോടെ എന്തോ ആണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം എഴുതുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം? താഴെ ഒന്ന് നോക്കിയിട്ട് വരാം. നോ, ദാറ്റ് ഈസ് ഇമ്പോസിബിൾ. അത് നടക്കൂല. നഹി എന്ന് പറഞ്ഞാൽ നഹി. എന്താണ്? ഐ കനോട്ട് സപ്പോർട്ട് യു ഇൻ മേക്കിംഗ് സാനിറ്ററി നാപ്കിൻസ് അറ്റ് ഹോം. വീട്ടിൽ നിന്ന് സാനിറ്ററി നാപ്കിൻസ് ഉണ്ടാകുന്ന പരിപാടിയല്ലേ, നടക്കൂല, ഞാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാകുക? അതായത് വീട്ടിൽ നിന്ന് സാനിറ്ററി നാപ്കിൻസ് ഉണ്ടാക്കാൻ സമ്മതിക്കൂല എന്ന് ഗൗരി അത്രയും ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്നേഹത്തോടു കൂടെ അല്ലേ, അത് വീട്ടിൽ നിന്ന് ഞാൻ സാനിറ്ററി നാപ്കിൻ ഉണ്ടാക്കും, എന്നൊന്ന് സഹായിക്കൂലേ അല്ലേ? വുഡ് യു മൈൻഡ് ഹെൽപ്പിംഗ് മീ അല്ലെങ്കിൽ സപ്പോർട്ടിങ് മീ? ഈ യു എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? മീ ആക്കണം. ഈ സപ്പോർട്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? വുഡ് യു മൈൻഡിന്റെ നിയമം എന്താണ്? വുഡ് യു മൈൻഡ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലീസ് എന്ന് എഴുതാനുള്ള ഒരു ടെൻഡൻസി വരും. പൊന്നു മക്കളെ, എഴുതി വെക്കരുത്, തെറ്റാണ്. വുഡ് യു മൈൻഡ് കഴിഞ്ഞാൽ എന്ത് വരണം? വുഡ് യു മൈൻഡ് പ്ലസ് ING അല്ലെങ്കിൽ V1 പ്ലസ് ING ഫോർമാറ്റ് മാത്രമേ വരാൻ പാടുള്ളൂ. വുഡ് യു മൈൻഡ് കഴിഞ്ഞാൽ V1 പ്ലസ് ING, V1ന്റെ കൂടെ മാത്രം നമ്മൾ ING ഉപയോഗിക്കുക, വേറെ കാര്യം. ING ഫോർമാറ്റ് മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പൊ എന്തായിരിക്കും ഇവിടെ ഉണ്ടാവുക? വുഡ് യു മൈൻഡ് സപ്പോർട്ടിങ് മീ, യു എന്നുള്ളത് നമ്മൾ മീ എന്നാക്കണം, ഇൻ മേക്കിംഗ് സാനിറ്ററി നാപ്കിൻസ് അറ്റ് ഹോം. അതാണ് ആൻസർ എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ ചോദ്യോത്തരങ്ങൾ ശരിയാക്കി എന്ന് വിചാരിക്കുന്നു. ഇനി ശരിയാക്കാത്തവരുണ്ടെങ്കിൽ മക്കളെ വിഷമിക്കണ്ട, നമ്മൾ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാം. അടുത്തതിലെങ്കിലും നമ്മൾ കറക്റ്റ് ആക്കാം. ഡോണ്ട് വറി, ഞങ്ങളുടെ കൂടെ